കർണാടകയിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മാത്രമല്ല, അവിടുത്തെ ചാനലുകളെല്ലാം പറയുന്നത് സ്വർണം കട്ടതടക്കമുള്ള നീറുന്ന പ്രശ്നങ്ങൾ, നൂറുകണക്കിന് ജീവൽ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിയാതെ നിൽക്കുന്ന മിസ്റ്റർ പിണറായി വിജയ, ആദ്യം അതൊക്കെ ഒന്ന് തീർക്കാൻ നോക്ക്. കർണാടകയുടെ പ്രശ്നങ്ങൾ എടുത്തു കാണിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കണ്ട എന്ന താക്കീതുകൾ കർണാടകയിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എ റഹീം MP പോയി അവിടെ കാണിച്ച കണ്ടാൽ ചിരി വരുന്ന ചീപ്പ് ഷോയെക്കുറിച്ച് പല കന്നഡ മാധ്യമങ്ങളും അതിശക്തമായി തന്നെ വാർത്തകൾ എഴുതിയിരിക്കുകയാണ്. അവസാനം KT ജലീലും പോയി ഷോ കാണിച്ചു ചിരിപ്പിച്ചിരിക്കുകയാണ്. ആര് പോയാലും പിണറായി വിജയൻ്റെ പ്രസ്താവനയിൽ കട്ടക്കലിപ്പിലാണ് കർണാടകയിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേയുള്ള ജനങ്ങൾ. പിണറായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന വാക്കുകൾ കോൺഗ്രസ് സർക്കാർ UPയിലെ യോഗി സർക്കാരിന് തുല്യമാണെന്നും മതേതരത്വത്തിന് എതിരാണെന്നുമാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം വേറെയായിരുന്നു. കർണാടകത്തിലെ കോൺഗ്രസ് പൂർണ്ണമായും മുസ്ലിങ്ങൾക്കൊപ്പമെന്ന് ഈ രാജ്യം മുഴുവനും സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിണറായിയുടെ വാക്കുകൾ എല്ലാവരും പുച്ഛിച്ച് തള്ളുകയായിരുന്നു ചെയ്തത്. മുഖ്യമന്ത്രി കേരളത്തിൽ ഒരു വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു. അത് കയ്യോടെ പൊക്കിയ കന്നഡ മാധ്യമങ്ങൾ പിണറായിയുടെ മാനവും മര്യാദയും കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ തുറന്നടിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നം മറച്ചുവെച്ച് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് പറയാതെ സർക്കാരിനെ വർഗീയതയുടെ പേരിൽ പറഞ്ഞത് സമീപകാലത്ത് കലാപാഹ്വാനത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതാണ് കന്നഡ മാധ്യമങ്ങൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അവർ യഥാർത്ഥ വസ്തുതകൾ പറഞ്ഞു കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. അതിനൊപ്പം പിണറായിയുടെ നൂറാംകിട രാഷ്ട്രീയവും നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു കന്നഡ മാധ്യമങ്ങൾ. അതായത് കണ്ട ഇടങ്ങളിലെല്ലാം പോയിട്ട് ഒഴിഞ്ഞ സ്ഥലങ്ങൾ നോക്കി വീടുകൾ കെട്ടി താമസിക്കുന്ന ഒരു സംഭവത്തെ നിരോധിച്ചതും നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുന്നതുമാണ് ബംഗളൂരു നഗരത്തിൽ. എത്രയോ തവണ 9 വർഷമായി നോട്ടീസ് നൽകിക്കൊണ്ടുവരുന്നതിനിടയിലാണ് ബംഗളൂരു നഗരത്തിലെ യലഹങ്കയ്ക്കടുത്തുള്ള കോഗിൽ ക്രോസ്, അതുപോലെ ഫക്കീർ കോളനി, വസീം ലേഔട്ട് എന്നീ ചേരി പ്രദേശങ്ങളിൽ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ 200-ലധികം കുടിലുകളാണ് 8 ദിവസം മുൻപ് പൊളിച്ചത്. ഇന്നാണ് CPM നേതാക്കൾക്ക് ബോധം വന്നത്. ഇവരെ ഇപ്പോൾ വെറുതെ നീക്കിയതല്ല. ഈ പറയുന്ന സ്ഥലത്ത് സർക്കാരിൻ്റെ വലിയ പ്രൊജക്റ്റ് പ്രഖ്യാപനം നടപ്പിലാക്കുന്ന സമയമാണ്. വലിയ പദ്ധതികളാണ് അവിടെ വരുന്നത്. അങ്ങനെ ബയോ മെഥനൈസേഷൻ പ്ലാന്റ്, ആനിമൽ ഇൻസിനൈസേഷൻ, അതുപോലെ ഇളനീർ തൊണ്ട് സംസ്കരണം, അതുപോലെ സാനിറ്ററി മാലിന്യ സംസ്കരണം എന്നീ പദ്ധതികൾക്കായി മാറ്റിവച്ച ഈ സ്ഥലത്ത് ഒരാൾക്കും സ്ഥലം പതിച്ചു നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, അനധികൃതമായി കെട്ടിയതിനെതിരെ നോട്ടീസ് പതിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാലങ്ങളായി. എന്നിട്ടും ഒഴിഞ്ഞു പോകാതിരിക്കുമ്പോഴാണ് ഈ പദ്ധതിക്കായി എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയത്. അവരെ മറ്റിടങ്ങളിൽ പാർപ്പിച്ച് സംരക്ഷിക്കുമെന്നും സർക്കാർ പറയുന്നു. മാത്രമല്ല, രേഖകൾ ഇല്ലാത്തവരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ള യാഥാർത്ഥ്യം ഈ പോയ CPM നേതാക്കൾക്കും പറഞ്ഞ CPM നേതാക്കൾക്കും തന്നെ നന്നായി അറിയാം. പിന്നെ ഇതെല്ലാം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ നാടകമാണ്. ഇന്നും ഇംഗ്ലീഷ് പറയാൻ കിട്ടാതെ A റഹീം MP വല്ലാതെ വിഷമിക്കുന്നത് ചാനലുകളിലെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് പാവം കാര്യങ്ങളൊക്കെ ഒരുവിധം ശരിയാക്കി. അറിഞ്ഞവരെല്ലാം പിണറായിയെ വീണ്ടും വീണ്ടും വർഗീയ കലാപകാരിയാക്കി മാറ്റിയിട്ടുമുണ്ട്. കന്നഡ ചാനലുകളെല്ലാം അത്രയ്ക്കും കൊടുത്തിട്ടുണ്ട് പിണറായിക്കും സംഘത്തിനുമെതിരെ. അങ്ങനെ ഈ ബംഗളൂരു ഇടപെടലും മറ്റൊരു പാരടിപ്പാട്ട് പോലെയായി മാറി. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന പോലെ നാട്ടുകാരെല്ലാം ഈ തട്ടിപ്പും പിടികൂടുകയും ചെയ്തിരിക്കുന്നു. All are having with all documents. You can check. They have the entitled title
of the land titles with them and the voter ID card with them, Aadhaar card with them, all are Indian citizens. So this is not illegal. There is no illegal encroachment. Then, if so, what about the rehabilitation package? This is a constitutional government. This is an elected government. This is a government for the people. So, what is the plan for the rehabilitation? What plan was executed before the eviction?